അടുത്ത ആഴ്ച കോർപ്പറേറ്റ് ആക്ഷൻ്റെയും Q4 റിസൾട്ട് പുറത്തുവിടുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ മാർക്കറ്റ് ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. പ്രമുഖ കമ്പനികളായ ആക്സിസ് ബാങ്ക്, HUL, ഹിന്ദുസ്ഥാൻ HUL, HCL, ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ്, മാരുതി സുസുക്കി, ടെക് മഹീന്ദ്ര, LTI മാൻഡ്രി, എംഫസിസ്, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, നെസ്ലെ ഇന്ത്യ, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ടാറ്റ ടെക്നോളജി, ശ്രീരാം ഫിനാൻസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് അടുത്ത ആഴ്ചയാണ് പുറത്തു വരുന്നത്. ഇനി നമ്മൾക്ക് ഡേറ്റ് വൈസ് ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ ദിവസങ്ങളിൽ Q4 റിസൾട്ട് പുറത്തുവിടുന്നു എന്ന് മനസ്സിലാക്കാം. ഏപ്രിൽ 21 അലോക് ഇൻഡസ്ട്രീസ്, ആനന്ദ് രാജ്, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, പിറ്റി എഞ്ചിനീയറിംഗ്, മഹീന്ദ്ര ലോജിസ്റ്റിക്, രാജ്രത്തൻ ഗ്ലോബൽ വയർ, ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് പുറത്തു വരുന്നത്. ഏപ്രിൽ 22 HCL ടെക്നോളജി, ഹാവൽസ് ഇന്ത്യ, AU സ്മാൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, വാരി എഞ്ചിനീയറിംഗ്, C&D DLM, ചോയ്സ് ഇൻ്റർനാഷണൽ, വർദ്ധമാൻ സ്പെഷ്യൽ സ്റ്റീൽസ്, സംഗീത കെമിക്കൽസ് തുടങ്ങിയ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് ഏപ്രിൽ 22 പുറത്തുവരും. ഏപ്രിൽ 23 ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, കാൻഫിൻ ഹോംസ്, ഡാൽമിയ ഭാരത്, LTI മാൻഡ്രി, മഹാരാഷ്ട്ര സ്കൂട്ടർ, CNG ഇൻ്റർനാഷണൽ തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. FMCG സെക്ടറിലെ ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെയും ടാറ്റ ടെലി സർവീസിൻ്റെയും ക്വാർട്ടർലി റിസൾട്ടും ഏപ്രിൽ 23 പുറത്തുവരും. ഇതോടൊപ്പം തന്നെ ഫിലാറ്റെക്സ് ഇന്ത്യ, മംഗളം ഗ്ലോബൽ എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും ഏപ്രിൽ 23 പ്രതീക്ഷിക്കാം. ഏപ്രിൽ 24 മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് ആവാസ് ഫിനാൻസിയേഴ്സ്, ആക്സിസ് ബാങ്ക്, CN എലിക്കോൺ എഞ്ചിനീയറിംഗ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ കമ്പനികളായിരിക്കും. IEX, L&T ടെക്നോളജി സർവീസ്, ലോറസ് ലാബ്, എംഫസിസ്, നെസ്ലെ ഇന്ത്യ, SBI കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ്, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, SW സോളാർ, സുപ്രീം ഇൻഡസ്ട്രീസ്, ടെൻല പ്ലാറ്റ്ഫോം, ടെക് മഹീന്ദ്ര, കിർലോസ്കർ ന്യൂമാറ്റിക് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും ഏപ്രിൽ 24 പുറത്തുവരും. ഇനി ഏപ്രിൽ 25 അതുൽ, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷൻ, L&T ഫിനാൻസ്, മഹീന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ട്, മാരുതി സുസുക്കി, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ, RBL ബാങ്ക്, ശ്രീരാം ഫിനാൻസ്, ടാറ്റ ടെക്നോളജീസ്, സെൻസർ ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകളായിരിക്കും ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുക. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ അടുത്ത ആഴ്ച ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടാം. പ്രമുഖ കമ്പനികളായ മുത്തൂറ്റ് ഫിനാൻസ്, CIE ഓട്ടോമോട്ടീവ്, അമി ഓർഗാനിക്സ് ലിമിറ്റഡ്, സനോഫി ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളെ അടുത്ത ആഴ്ച കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇതിൽ CIE ഓട്ടോമോട്ടീവ് എന്ന കമ്പനിയെയും മുത്തൂറ്റ് ഫിനാൻസിനെയും സനോഫി ഇന്ത്യയും ഡിവിഡൻഡ് പോയിൻ്റ് ഓഫ് വ്യൂവും അമി ഓർഗാനിക്സിനെ സ്റ്റോക്ക് സ്പ്ലിറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവുമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഡേറ്റ് വൈസ് വരാൻ പോകുന്ന കോർപ്പറേറ്റ് ആക്ഷനുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് രഞ്ജിത്ത് മെക്കാട്രോണിക്സ്. രഞ്ജിത്ത് മെക്കാട്രോണിക്സ് എന്ന കമ്പനി കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ 21 സ്റ്റോക്ക് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 5 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 സ്റ്റോക്കുകളായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. CIE ഓട്ടോമോട്ടീവ് എന്ന കമ്പനി 7 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ഏപ്രിൽ 23 L&S ബേക്ക് ഇന്ത്യ എന്ന കമ്പനിയും 7 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ഏപ്രിൽ 23 ഷെഫ്ലർ ഇന്ത്യ എന്ന കമ്പനിയുടെയും ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ഏപ്രിൽ 23 കമ്പനി 28 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്റ്റെർലൈറ്റ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ബിസിനസ് സ്പിൻ ഓഫ് പോയിൻ്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാം. ബിസിനസ് സ്പിൻ ഓഫിൻ്റെ ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ 24 അമി ഓർഗാനിക്സ് എന്ന സ്റ്റോക്കിനെ ഏപ്രിൽ 25 ഫോക്കസ് ചെയ്യാം. സ്റ്റോക്ക് സ്പ്ലിറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 5 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 ഷെയറുകളായി സ്പ്ലിറ്റ് ആകുന്നുണ്ട്. സനോഫി ഇന്ത്യയുടെയും ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ഏപ്രിൽ 25 117 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുത്തൂറ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെയും ഡിവിഡൻഡ് പോയിൻ്റ് ഓഫ് വ്യൂ അടുത്ത ആഴ്ച ഫോക്കസ് ചെയ്യാവുന്നതാണ്.